ഹായ് ഗൈസ്, ഞാനും പറയും. Hey guys, good morning. Welcome back to my channel. Super time 4:15 AM ആവാറായി. ഞാൻ കുറച്ച് മുന്നേ എണീച്ചൊരു 4 AM ഒക്കെ എണീച്ചു. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എൻ്റെ ഫസ്റ്റ് നോമ്പാണിന്ന്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് നോമ്പെടുക്കുന്നത്. എനിക്ക് പണ്ടോട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെയൊക്കെ. സോ ഇപ്പോഴാണ് അത് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ തന്നെ ഞാൻ ചാലഞ്ച് ചെയ്യും പോലെയാണ്. ഫസ്റ്റ് ടൈം അല്ലേ. ആൻഡ് മെയിൻ കാര്യം, ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ് ചെയ്യുക. ആദ്യമായിട്ടല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ടാലിയ. സോ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടും അങ്ങനെയൊക്കെയാണ്, അവളൊരു ഗൈഡൻസിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് പോയി അത്താരം കഴിക്കാം. സോ ഗൈസ്, നമുക്ക് ഫുഡ് കഴിക്കാം. ഞാനിവിടെ കുറച്ച് എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗ് ദോശ, ഗൈസ് ദോശക്ക് ദോശയും കുറച്ച് കറിയും. സോ കഴിക്കട്ടെ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ഹെൽത്തി ആവട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം. മേ ബി ഇല്ലെങ്കിൽ വയ്യാതൊക്കെ ആയാലോ, എനർജി ലോ ആയാലോ, അതാണ് ഉദ്ദേശം. പറയാതിരിക്കാൻ വയ്യ. ഇത്രയും രാവിലെ എണീച്ചിട്ടും ഭയങ്കര ചൂട്, വേർത്ത് കുളിക്കുക. അയ്യോ, എനിക്ക് ട്രൈപോഡ് എടുക്കാനുള്ളൊരു മടി കാരണം കയ്യിൽ വെച്ചാൽ ഷൂട്ട് ചെയ്യുന്ന കൈ വേദനിച്ചിട്ട് വയ്യ. അയ്യോ, ബൈ ദ വേ ആപ്പിൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്മച്ചനൊക്കെ സുഖം ഉറക്കണം. ഞാൻ എന്തായാലും വിളിപ്പിച്ചിട്ടില്ല. ഇന്ന് നമുക്ക് പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി കിടന്നുറങ്ങാം. എന്നിട്ട് നമുക്കൊരു എണീക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു. ബാക്കി പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, പകുതി ബോധമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിക്കില്ല, ഐ എം ഓക്കെ. ഡെയിലി നോമ്പെടുക്കുന്നവരൊക്കെ സമ്മതിക്കണം. ഈ ചൂടത്തെ ഹാറ്റ്സ് ഓഫ് യു ഗൈസ്. ഫുഡൊക്കെ കഴിച്ചു, ലാസ്റ്റ് വെള്ളം കുടിച്ചു. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഫ്രണ്ട് ഒരു ചൊല്ല് പറഞ്ഞിട്ടുണ്ട്, ഒരു വാചകം പറഞ്ഞു തന്നിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് പറയാനായിട്ട്. സോ അത് പറഞ്ഞു നോക്കാം. നവേതു സൗമാദിൻ അന്നദായി ഫ്രവൽ റമലാനി ആദി സനാത്തി ഇലാഹി താല. പിന്നെ മലയാളം എന്ന് പറയുമ്പോൾ, ഈ വർഷത്തെ റമദാൻ മാസത്തെ ഇന്നത്തെ നോമ്പ് ഇന്ന് പിടിച്ചു വിടുവാൻ അള്ളാഹുവിന് വേണ്ടി നിയത്ത് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നു. ഇതാണ് എൻ്റെ ഇത്. സോ ഇപ്പോൾ നിമിഷം തൊട്ട് നമ്മൾ 6:20 തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് പറയാം. ആ ടൈം വരെ, എപ്പോഴാണോ വിളിക്കുന്ന ആ ടൈം വരെ നമ്മൾ വെള്ളമോ ഫുഡോ ഒന്നും കഴിക്കത്തില്ല. ഓക്കെ. സോ ഇനി വിളിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കാമോ എന്നറിയില്ല, എനിക്ക് കേൾക്കാം എന്തായാലും. അപ്പോൾ ഓക്കെ, ഞാൻ ചെന്ന് ഉറങ്ങട്ടെ. ഞാൻ എണീച്ചിട്ട് ബാക്കി കാണാം. ബൈ. ഗുഡ് മോർണിംഗ് കഴിഞ്ഞ് ഗുഡ് നൈറ്റ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് അല്ല, ഉച്ചയായി. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എണീച്ചു. ഒരു മണിയൊക്കെ ആയപ്പോൾ എണീച്ചു. എനിക്കാണെങ്കിൽ ഞാൻ സാധാരണ എണീച്ചുള്ള വെള്ളം കുടിക്കാൻ പതിവാണല്ലോ. അപ്പം ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ വിശക്കുന്നൊന്നുമില്ല.
വെള്ളം കുടിക്കുന്ന ടെൻഡൻസി ഇല്ല, എപ്പോഴും കുടിക്കണം എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പോയി കുടിച്ചൊന്നുമില്ല കേട്ടോ. ഒരു കാര്യം തീരുമാനിച്ചാൽ നമ്മൾ തീരുമാനിച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു. ആലയുടെ വീട്ടിലാണ് കേട്ടോ പോകണം. അപ്പോൾ അവിടെ ഒരു ഇഫ്താർ പോലെ റെഡിയാക്കും. സോ ഞാൻ ആലയുടെ വീട്ടിലും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇപ്പം ഞാൻ റെഡിയായിട്ട് അങ്ങോട്ട് പോവുകയാണ്. രാവിലെ സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞത് എന്താ എടുത്തതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇനി ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുമ്പോൾ വേണം അതൊക്കെ നോക്കാൻ. എന്തായാലും രാവിലത്തെ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. ഇപ്പം തന്നെ ഇനിയും അടുത്തൊരു ഡേയും കൂടെ എടുക്കാനുള്ള ഒരു മനസ്സുണ്ട്. നോക്കാം നമുക്ക്. എന്തായാലും ഞാൻ പോയിട്ട് വരാം. അപ്പം ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഷോപ്പിൽ കയറി കുറച്ച് സാധനം വാങ്ങാനായിട്ട്. അയ്യോ, ഭയങ്കര ഉറക്കം വരുന്നു. സംഭവം വേറൊന്നുമല്ല, ഇന്നലെ ഞാൻ നിങ്ങളുടെ ബൈയൊക്കെ പറഞ്ഞ് പോയത് ഒരു 5:30 ഒക്കെ ആയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു 6:45 ഒക്കെ കഴിഞ്ഞു. ഞാൻ ഈ പോകുന്ന വീടില്ലേ, ആലിയുടെ വീട്. അപ്പോൾ ഈ ആലിനെ തന്നെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. അവൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരുന്ന, ഒരു ബന്ധവും ഇല്ലാതെ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ രണ്ടുപേരും പറഞ്ഞൊരു കാര്യം, ഉച്ച തൊട്ട് എനിക്ക് അവളുടെ മുഖവും അവൾക്ക് എന്റെ മുഖമാണ് കാണുന്നത്. എന്നിട്ട് എന്തിന് വീണ്ടും രാവിലെ കിടന്ന് വിളിക്കുന്ന, വീഡിയോ കോൾ ആയിരുന്നേ. അങ്ങനെ രാവിലെ ഫുൾ കോമഡി ആയിരുന്നു. പിന്നെ സംസാരിച്ച് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവണ വരെ സംസാരിച്ചു. എന്നിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത്. ഉറങ്ങിയപ്പോഴോ ഒരു 10-20 കോളും. പിന്നെ ബോധമില്ലാതെ അതും എടുത്ത് സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെ ഉറങ്ങിയപ്പോൾ അടുത്ത അലാറം. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ 1 മണിക്ക് എണീച്ചത്. 1 മണിക്കാ എണീച്ചത്. അയ്യോ, ഇപ്പൊ ഉറക്കം വരുന്നു നല്ല. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 1 hour ഒക്കെ ഉണ്ട്, 1.5 hour ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ വീട്ടിലോട്ട്. ഇനിയിപ്പോൾ ഞാൻ മിക്കവാറും ഞാൻ കാറിൽ ഇരുന്ന് ഉറങ്ങുന്ന എല്ലാ കോളും ഞാൻ കാണുന്നുണ്ട്. നോക്കട്ടെ. ഭയങ്കര ചൂട്, എനിക്ക് സീരിയസ്ലി സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ രാവിലെ വ്ളോഗ് എടുക്കുന്ന തൊട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ചൂടെന്നാണ്. രാവിലെ പോലും AC ഇട്ടിട്ടും AC തോൽപ്പിക്കുന്ന കോമ്പറ്റീഷൻ ആയിരുന്നു എൻ്റെ ഈ സ്വെറ്റിങ്ങും ചൂടും എല്ലാം കൂടെ. അയ്യോ, കാറിൽ ഇരിക്കാൻ പോലും വയ്യ, അത്ര ചൂടാ. എന്തായാലും അങ്ങോട്ട് പോയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാൻ. ഭയങ്കര വലിയ ഇഷ്ടം അങ്ങനെയല്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരാളേ ഉള്ളൂ. സോ ഈ മാക്സിമം അങ്ങനെ മിനിമം ഒക്കെ ആയിട്ട് ഇതൊക്കെ ചെയ്യാന്നുള്ളത്. ഞാൻ ആദ്യം സാഹസ്യകരമായിട്ട് ആളുകളുടെ വീട്ടിൽ കൊന്നു മലയിലേക്ക് കയറി വന്നതുപോലെ അച്ഛൻ്റെ കൂടെ കാറി വന്നിട്ട് മറ്റേ പണ്ടുള്ള ഒരു സ്കൂളിൽ പോകുന്നത് പറയും പോലെ ഞാൻ മലയൊക്കെ താണ്ടി കാടൊക്കെ താണ്ടി കടലൊക്കെ താണ്ടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. സത്യം പറഞ്ഞാൽ എത്ര നാളത്തെ നമ്മളെ പ്ലാൻ ആയിരുന്നു വീട്ടിൽ വരെ. അതും സാധിച്ചു. പക്ഷെ വേറൊരു കാര്യമാണ്, ഇത് കഴിഞ്ഞ പിന്നെ ഇനി കാണത്തില്ല ഈ മുതലിന്. ചുമ്മാ ഞാൻ കാണത്തില്ല. നീ എവിടെ പോണ്? ഞാൻ നിന്നെ കാണത്തില്ല. ഓ അങ്ങനെ, ശരി ശരി ശരി. പുതിയ ഫ്രണ്ട്സ്, കോളേജ് പുതിയ ഫ്രണ്ട്സ്. പിന്നെന്താ സാധനങ്ങൾ ഉണ്ടാക്കണം. പണിയെടുക്കാൻ വിളിച്ചു വരുത്തിയതാണ്. അതൊക്കെ അതിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. കേറി വന്ന് എനിക്ക് തന്ന സമ്മാനമാണ്. അതങ്ങോട്ട് ഇടുക, വരിക, കേറുക. അവളെ പോലെ അതിലവളെ പടമുണ്ട്. അവളെ പടം, നിന്റെ പടം അയ്യോടാ. അത് കണ്ടോ?
ഓക്കെ. ഇതിൽ ഞാൻ ഏതാണെന്ന് നിങ്ങൾ പറയും. ഇപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത്? ലസാനിക്കുള്ള പ്രിപ്പറേഷൻ. ആര്? അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് എന്താ മാം എന്താ ഉദ്ദേശിക്കുന്നത്? മാം എന്താ മാം പറയും? പാൻ എടുത്ത് പാൻ ഓക്കെ പാൻ. ഗാർലിക്, ഓണിയൻ, ക്യാപ്സിക്കം, ചിക്കൻ ഒക്കെ സോട്ട് ഓക്കെ. പിന്നെ മസാലാസ് ഒക്കെ ഇത്രേ ഉള്ളൂ. ബ്രെഡ് വെച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ലസാനി ഷീറ്റ് കിട്ടിയില്ല. ദേവാനന്ദ പണിയെടുക്കുകയാണ്. ചുമ്മാ എന്നോട് സോട്ട് ചെയ്യാൻ പറഞ്ഞു. സോട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ ചീസാണ് നമ്മൾക്ക് അതിൽ ഒരു ബോക്സ് എയർ ഫ്രൈ ചെയ്യാം. അതെന്താ വേഗം ഇത് കട്ട്ലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സമൂസയ്ക്ക് വേണ്ടി മമ്മി ചെയ്യുന്നു അവിടെ. മറ്റേ ട്രെൻഡിങ് അപ്പാത്തി 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 നേരത്തെ പാട്ട് പാടേതായിരുന്നു? കണ്ടല്ലേ പത്രി പയാടും കുടിച്ചാ കുടിക്കി ഗ്ലൂക്കോസ് വെള്ളം ഗ്ലൂക്കോസ് വെള്ളം എന്നറിയില്ല ആവി വന്നില്ല പുട്ടിന് ആവി വന്നില്ല. എന്നോട് കളിക്കണ്ട ഉണക്കപ്പുട്ട് മൈസൂര് പയ്യൻ കുട്ടി അടിക്കും ഞാന്. നിങ്ങളെ പുട്ടാണെങ്കിൽ നമ്മള് പുട്ടും കുറ്റിയാണ്, നിങ്ങള് ജില്ലാണെങ്കിൽ നമ്മള് പുട്ടും ജില്ലാണേ. അയക്കുന്ന തൊഴിലെടുത്തേക്ക് പിന്നെ നല്ല കോഴിയുടെ മുട്ടയും കിടക്കി. ഞാനിപ്പോ പോകും വരെ പൊള്ള വെട്ടാന്. നിങ്ങള് പോയി മറ്റത്തായ നവകാരണം തോട്ടാണ് നീ. സ്റ്റൈൽ നമ്മൾ എന്താ ഇനി ചെയ്യാൻ പോണെന്താ? ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ പോകുന്നു. ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ. കൊറേ വേണല്ലോ, കുറച്ച് പോരെ? കുറച്ച് മതി. അത് ഇവിടെ ഇത് ഇട്ടേക്കണ്ടേ. ശരിക്കും മയോണൈസ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ നിൽക്കുന്ന സൗണ്ട് ശരി, ഇത് കറക്റ്റ് വന്നു. അല്ലെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ നിന്ന് മടക്കി തരൂ കേട്ടോ. നോ അടി വാങ്ങിച്ചോണ്ട് പോകേ ഇപ്പം. അതിനെ പേടിപ്പിക്കുന്ന എന്തിനാ? Nizagari, nizagari sa, nizamaga, yamagama. Nizagari, nizagari sa, nizamaga, yamagama gama nizani ba, mama nipagari. Guys, വാങ്ങ വിളിക്കുന്നു. normal style. താങ്ക്സ്. Okay. Kama nizani ba, mama nipagari. Subhanallah, 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 subhanallah. മറ്റൊക്കെ പറയണ്ടോ?
Tekasamandu, Lavika, Amandu, Arya, Rasitika, Aftartu. Yes. നിങ്ങൾ കഴിച്ചോ? നിങ്ങൾ വരാം. Thank you for this wonderful dishes. അതിന് നമ്മളും വാങ്ങിക്കും വേണ്ട. ഇത് ലാസ്റ്റ് 60 ആയിരുന്നല്ലേ? ലാസ്റ്റ് ഉമ്മ ഇങ്ങനെ ഇത് വിളിച്ചു പറഞ്ഞതും ഓടി. അതിനിടയ്ക്ക് മറ്റേ രാവിലെ പറഞ്ഞല്ല പറയാനുള്ളത് എനിക്ക് പറഞ്ഞു തന്നു. നേരത്തെ ചെയ്യുന്നതാണ്, പക്ഷെ ചെയ്ത് തീർന്നപ്പോ ലേറ്റ് മനസ്സിലായത് എന്ത് ടേസ്റ്റ് ഒന്നും. ഞാൻ എന്റെ മറ്റേ സാധനം ഞാൻ കൊതിട്ട് പിന്നെ ഇതിലും എന്ത് ടേസ്റ്റ് അറിയാമോ? ഞാനല്ല ഇങ്ങനെ ആക്കി ക്രിസ്പി ആയിട്ടിരിക്കുന്നത് മനസ്സിലാവും. അതൊക്കെയാണ് എന്റെ ദൈവം ചെയ്തോണ്ട് മനസ്സിലാക്കാം. ദേവ് മോൾ ഹായ് ഗായ്സ്, ഇതാരെന്ന് പറയും? ഇങ്ങനെ കണ്ടിട്ടില്ല, അല്ലെ? കണ്ടിട്ടുണ്ട്. തൊപ്പിയുണ്ട്. എന്നെ എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് ആലിയുടെ ഏതൊരു പ്രസക്തമാണ്. ചിന്തിരിക്കുട്ടി ആയിട്ടില്ലേ? റമദാൻ സ്പെഷ്യൽ. Subhanallah, 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 Subhanallah. നമ്മള് അടുത്ത ലുക്ക് ട്രൈ ചെയ്തു. വേറൊന്നുമില്ല, അത് മാറ്റിയിട്ട് എന്റെ ഏറ്റവും ഡ്രസ് തന്നെ. എങ്ങനെയുണ്ട്? എന്നെ കാണാൻ ചെറുതായിട്ട് വാട്ടർ മെലൻ പോലെ ഉണ്ടോ? സോ ഗൈസ്, നമ്മള് വീണ്ടും ഡ്രസ് മാറ്റി. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് റീലെടുത്തു, ഫോട്ടോസ് എടുത്തു, 3 ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, മാറ്റി. ഇപ്പൊ വീണ്ടും ഒരു കോമഡി ജാട റീൽസ് നമ്മൾ എടുത്തു. ഭയങ്കര സൂപ്പർ ആയിരുന്നു. അതിലെ കുറച്ച് ക്ലിപ്സ് ആണെങ്കിൽ ഞാൻ ഇതിൽ ഇട്ട് തരാം. പിന്നെ ഈ ഇതിനെന്താ പറയുന്നത്, കിട്ടുന്ന സാധനത്തിന് ഹിജാബ്. അത് ഐ മീൻസ് കെട്ടിയതല്ലോ. നിൽക്കുന്നവരെ സമ്മതിക്കണം. ഭയങ്കര ചൂടായിരുന്നു. പൊന്നേ. പക്ഷെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനി നമ്മൾ പറയുമ്പോൾ നമ്മൾ നോമ്പ് തുറന്നതിൽ നമ്മൾ ഒരു സെക്ഷൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇനിയാണ് ഫുഡ്, രാത്രിത്തെ മെയിൻ ഫുഡ് കഴിക്കാൻ പോകേണ്ടത്. പക്ഷെ എന്റെ ഫസ്റ്റ് നോമ്പ് അടിപൊളിയായിരുന്നു. ഭയങ്കര ചില്ലിങ് ആയിരുന്നു. ഞാനുള്ളതുകൊണ്ട് ഷുഡായി ഭയങ്കര നല്ലതായിരുന്നു. ഇങ്ങനെ വിഷമൊന്നുമില്ല, എല്ലാം പക്കയായിട്ട് നടന്നു. ഇപ്പം എൻ്റെ വയറ് ഫുള്ളായി, ഇപ്പം തന്നെ ഫുള്ളായി. ഇനി ഉമ്മ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഞാൻ എങ്ങനെ കഴിക്കും? ഞാനൊരാളും ഉണ്ട്, എൻ്റെ ഒരു ചെറിയ വയറുണ്ട്. ഇനി ചൂടെടുക്കുന്നു, കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കട്ടെ. നമ്മൾ ഇത്ര എന്തൊക്കെ പണി ചെയ്തതാ, ഇനി ഒന്ന് വിശ്രമിക്കട്ടെ. ഓക്കെ, ബൈ. അങ്ങനെ നമ്മളെ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് താഴെത്തി. ഏതാണ് ആലിയുടെ അമ്മ എന്താണ്ട് വന്നിട്ടുണ്ട്. അമ്മ അച്ഛനുണ്ട്. നേരത്തെ ഒന്നും വരാത്ത ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നു കാണിച്ചോണ്ടിരുന്ന ആലിയുടെ അമ്മ. നമ്മൾ ഇനിതാ ഫുഡ് എനിക്ക് ഡിസൈൻ ചെയ്ത് നമ്മൾ പറ്റിയാണ് ഫുഡ് കഴിക്കാനായിട്ട് പോവാൻ. മെയിൻ ഫുഡ് കഴിക്കാൻ. Gama 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 ni 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 ba ma ma ni pa
pagari kamani ni dani baba mani pagari Subhanallah, 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 bhavani hari lavasla rahi ഗായ്സ് നോക്കൂ, നമ്മൾ എത്രയോ മാസമായവരെ കഴിക്കുന്നു. രാവിലെ അല്ല, നമുക്കിനി ഫുഡൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ ഫുഡായിരുന്നു അതിൻ്റെ അമ്മ പ്രിപ്പയർ ചെയ്ത്. നല്ല എന്തൊക്കെയായിരുന്നു? കുറുമ, മട്ടൻ കറിയും ബീഫ് റോസ്റ്റ്, ചിക്കൻ ആണത്. അപ്പം ഒരട്ടി, ചപ്പാത്തി, വാട്ടർമെലൻ, ചിക്കൻ ഫ്രൈ, ഗ്രിൽഡ് ചിക്കൻ, വെരി യമ്മി ആയിരുന്നു. ഈ സ്പൂൺ അതോട് കേറുന്നില്ല, നമ്മൾ കൊള്ളിക്കണം. പിന്നെ വാപ്പ പാളയം പള്ളിയിൽ പോയിട്ട് പള്ളി പോയിട്ട് നല്ല ചോറ്, റൈസ് കൊണ്ട് ബിരിയാണി റൈസ് പള്ളിച്ചോറ് കൊണ്ടുവന്നു. വെരി യമ്മി ആയിരുന്നു അത്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാക്കി, അത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലിരിക്കാം. ഇറ്റ് വാസ് എ ഗുഡ് ഡേ. ഇന്നത്തെ ദിവസം കൊള്ളായിരുന്നു. എന്റെ ഫസ്റ്റ് നോമ്പ് തുറ. എല്ലാം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. 2 ദിവസത്തില് എല്ലാം പ്ലാൻ ചെയ്തു. സാധാരണ എന്റെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞുതരും, ഇങ്ങനെ ചെയ്തു നോക്ക്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും. അത് എനിക്ക് തന്നെ ഇങ്ങോട്ട് തോന്നി, ഇതാണ് ഇങ്ങനെ, ഇതെടുക്കണം, നോമ്പെടുക്കണം, അങ്ങനെയൊക്കെ. പക്ഷെ അല്ല, എൻ്റെ ഫസ്റ്റ് ഇഫ്താറാണ് ഇന്ന്. അങ്ങനെ ഞാൻ വേറെ ഇങ്ങനെ പോയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഇഫ്താറാണ്, ഫസ്റ്റ് നോമ്പാണ്. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാത്തിനും ഇനി ഇതൊക്കെ ഓർമ്മകളാകും. ഇനി ഇന്നും കൂടെ ഉള്ളു അലീനെ കാണണം. ഇനി എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് ആരെയും ഞാൻ കാണത്തില്ല. അലീനെ എപ്പോഴെങ്കിലും കണ്ടാലായി. അതെ അതെ അതെ. 2-3 ദിവസമൊക്കെ വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും. അത്രയൊക്കെ. ഇപ്പൊ ഇങ്ങനെ ഇരിക്കും. അന്നും ഫെയർവെല്ലിന് ഇങ്ങനെയായിരുന്നു. ഫെയർവെല്ലിൽ നിന്ന് കഴിഞ്ഞൂല ഒന്നിനെ ഇരുന്നു. ഇടിച്ചപ്പോ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ ഒരു മെസ്സേജ്. വിഷമം വരുന്നു, സങ്കടം വരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് ദിവസമാണ് ഞാൻ പറഞ്ഞത് വിഷമം വരണമെന്ന് വെച്ചാൽ എനിക്ക് ഇവരെ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. എനിക്കൊരു ഗ്രൂപ്പ് ഓഫ് സർക്കിൾ ഉണ്ട്, അവരെ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. എന്താണ് സംസാരിക്കാൻ സമയത്തില്ല, അപ്പം അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ തന്നെ. പിന്നെ അവസാനത്തെ അക്കൗണ്ടൻസിയും കൂടെ എഴുതി കഴിഞ്ഞപ്പോ തൃപ്തിയായില്ലേ. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യം. ഇനിയിപ്പൊ എന്നെ ഇന്നും കൂടെ കാണുള്ളൂ. ഇനി എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോ ഇത്ര നേരം ഞാൻ ഉള്ളതുകൊണ്ട് ഭയങ്കര ഗുമ്മായിരുന്നു. ഇനിയിപ്പോ ഇവിടെ ഒറ്റയ്ക്കാവും. ഇവക്ക് ഇതാണ് പ്രശ്നം. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോ ഫ്രൂട്ട് സലാഡ് കഴിക്കും. ഞാൻ പോവുകയാണ്. ബൈ ബൈ ഗൈസ്. Bye guys. Love you. Miss you. Bye. Bye.